ചരിത്രം എന്ന് പറയുന്നത് കെട്ടുകഥകളല്ല, ഭാവിയിലേക്കുള്ള ഗോണിപ്പടികളാണ്. അതെ, ഞാൻ നിൽക്കുന്ന ഈ ഇടത്തിന് കുറച്ചധികം കഥകൾ പറയാനുണ്ട്. ഏതിൻ്റെ കഥ? പരപ്പനാടിൻ്റെ കഥ. ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആദ്യം പരപ്പനാടിനെ കുറിച്ച് പറയണം. അല്ല, പരപ്പനാട് രാജവംശത്തെക്കുറിച്ച് പറയണം. വെട്ടത്ത് നാടിൻ്റെ വടക്ക് വശത്തുള്ള ഒരു രാജ്യമായിരുന്നു പരപ്പനാട്. ആ രാജ്യം പിൽക്കാലത്ത് സാമൂതിരിയുടെ മേൽക്കോയ്മയിൽ ഒന്നാകെ വിറങ്ങലിച്ചു നിന്ന ഒരു സമയവുമുണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഭരണരീതി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെ ആധാരമാക്കിക്കൊണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം സാമൂതിരിക്ക് കിട്ടിയതിലുമുണ്ടൊരു ചരിത്രം. അതെ, താവഴികൾ തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ആദ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയും അതിനുശേഷം സാമൂതിരി ഏറ്റെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെക്കുറിച്ച് പറയുന്ന സമയത്ത് മൈസൂർ രാജാവിൻ്റെ വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൻ്റെ അയൽ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കുക എന്ന ലക്ഷ്യമായിരുന്നു മൈസൂർ രാജാവിനുണ്ടായിരുന്നത്. തിരുവിതാംകൂർ ലക്ഷ്യമാക്കി അദ്ദേഹം കുതിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ രാജ്യത്തെയും പിടിച്ചടക്കാനായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമെന്നോണം പരപ്പനാട് രാജ്യത്തെയും അദ്ദേഹം പിടിച്ചടക്കി. അങ്ങനെ പരപ്പനാട് രാജവംശം തിരുവിതാംകൂറിലേക്ക് ചേക്കേറുകയായിരുന്നു. പരപ്പനാടിൽ നിന്ന് ചേക്കേറിയ രാജവംശത്തിന് തിരുവിതാംകൂറിൽ അഭയം കൊടുത്ത രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അങ്ങനെ പിൽക്കാലത്ത് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഹരിപ്പാട് കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തു. ചരിത്ര താളുകളിൽ അധികമാർക്കും അറിയാതെ പോയ ഒരു നാട്ടുരാജ്യത്തിൻ്റെ കഥയാണ് പരപ്പനാട് രാജ്യത്തിൻ്റെ കഥ. യൂറോപ്യൻ ചരിത്ര രേഖകളിലെല്ലാം പപ്പു കോവിലെന്ന് പരാമർശിച്ചത് കാണാം. അതെ, ആ പരാമർശിച്ച കൊട്ടാരമാണ് ഈ കാണുന്ന കോവിലകം കൊട്ടാരം, പരപ്പനാടുകാരുടെ കൊട്ടാരം. അതെ, കഥകൾ അവസാനിക്കുന്നില്ല, ഇനിയും തുടരും.